പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാളാണ് നമ്മൾ ഇന്ന് ആചരിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വായിക്കുക. ഈ മംഗളവാർത്ത തിരുനാളിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ നിറയുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന, കൃപ നിറഞ്ഞവരിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ദൈവം അവരോട് കൂടെ. രണ്ടാമതായി വിധേയത്വം കാണിക്കുക. അപ്പൊ ദൈവം കൂടെ ഉണ്ടെന്നുള്ള അനുഭവവും വിധേയത്വവും എളിമയും വിനയവും കാണിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരായി പറയുകയുള്ളൂ. അതുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവരായി നാം മാറണം. അവിടെ ദൈവത്തിന്റെ വലിയ പുണ്യങ്ങളും സുഹൃതങ്ങളും നമ്മളിൽ നിറയും. രണ്ടാമതായി, മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ സ്വസ്തി എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ അത് കൈറെ മരിയ എന്നാണ്. ഇത് ലത്തിൻ ഭാഷയിൽ നമ്മൾ പറയുമ്പോഴാണ് ആവേ മരിയ, മറിയമേ സ്വസ്തി, ആവേ സ്വസ്തി എന്ന പദമാണ്. ഈ ആവേ സ്വസ്തി എന്ന പദം വിശുദ്ധ ഭാഷയിലേക്ക് വരുമ്പോൾ ശാലോം എന്നായിട്ട് മാറും. ശാലോം എന്ന പദാർത്ഥം സമാധാനം എന്നാണ്. അപ്പോൾ നമ്മൾ ആവേ മരിയ പാടുമ്പോൾ മറിയമേ സ്വസ്തി എന്നാണ് നമ്മൾ പറയുക. തീർച്ചയായും ഈ ഗാനം അല്ലെങ്കിൽ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മളും ദൈവകൃപ നിറഞ്ഞവരായി മാറുകയാണ്. മറിയം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എൻ്റെ സന്തോഷം എന്നാണ്. ഈ ദൈവം എൻ്റെ സന്തോഷമാകണമെങ്കിൽ നീയും ദൈവകൃപ നിറയണം. അതിനുവേണ്ടി ദൈവദൂതൻ പറയുന്നത് നീ കേൾക്കണം. പറയുന്നത് കേട്ട് വിധേയത്വമുള്ളവരായി വിനയമുള്ളവരായി ജീവിക്കുമ്പോൾ കൂടുതൽ കൃപ നിറയും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.